ഓം ശ്രീ ഗണേശാശാരദാ ഗുരുഭ്യോ നമ. സദാശിവസമാരംഭം വ്യാസശങ്കരമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീഹരിയം ഒരു നിഴൽ നാരായണീയം ദശകം 83. പൗണ്ഡ്രകവധവും വിവിധവധവും. കലപ്പയേന്തിയ രാമൻ ഗോപികമാരൊത്തു ചേർന്നു കാളിന്തിയെ കീഴടക്കി ക്രീഡിക്കും കാലം. പൗണ്ഡ്രകവാസുദേവനോ ഭൃത്യരുടെ വാക്കു കേട്ടു കൃഷ്ണ സവിധത്തിലേക്കു ദൂതനെ വിട്ടു. പൗണ്ഡ്രകവാസുദേവൻ താൻ സന്ദേശത്തെ ചൊല്ലി ദൂതൻ ഭൂമിയിൽ പിറന്ന മഹാവിഷ്ണു താനത്രേ. അടയാളം ഉപേക്ഷിച്ചു എന്നിൽ ശരണം തേടുക. സഭയിലിരുന്നവരോ പൊട്ടിച്ചിരിച്ചു. യദു സൈന്യത്തോടുകൂടെ ദേവനെത്തി കരുഷത്തിൽ രാജാവാകും പൗണ്ഡ്രകനെ കണ്ടു വിചിത്രം. മാറിയിടത്തിൽ തീ പൊള്ളിച്ചു തീർത്ത ശിവത്സചിഹ്നവും കുണ്ടലവും കൗസ്തുഭവും പീതാംബരവും കാരിരുമ്പു ചക്രമേറിഞ്ഞോരാ പൗണ്ഡ്രകന്റെ തല കാരുണ്യാബ്ധി സുദർശനം കൊണ്ടു ആറത്തു. പൗണ്ഡ്രകന്റെ സുഹൃത്തായ കാശിരാജൻ തന്റെ തല ശരങ്ങളെ കൊണ്ടറുത്തു തകർത്തു ഭവാൻ. സാക്ഷാൽ വാസുദേവനെന്നു ഏറെ കാലം വിശ്വസിച്ച പൗണ്ഡ്രകന്നു ഭവാനികി സായുജ്യമുക്തി. ഭഗവത് സ്മരണ ഏതു വിധത്തിലാണെന്നാകിലും പുണ്യം നേടാം എന്നറിയുക സജ്ജനങ്ങളെ. കാശിരാജസുതനാകും സുദക്ഷിണൻ ചെയ്തുവല്ലോ ആഭിചാര പ്രവൃത്തികൾ അതിങ്കൽ നിന്നും. ഉദ്ഭവിച്ച കൃത്യ എന്ന ദുർമൂർത്തിയെ ഭഗവാനെ നേരിടാനായി അയച്ചല്ലോ ഭൂതങ്ങൾക്കൊപ്പം. സകലവും ദഹിപ്പിക്കും ഘോരരൂപിണിയായിരം കൃത്യയെ കണ്ട ജനങ്ങൾ പേടിച്ച നേരം. ചതുരംഗക്കളിയിൽ നിന്നിളകാതെ ചതുരനം ഭഗവാനോ സുദർശന ചക്രമയച്ചു. ചക്രം പാഞ്ഞാടുത്ത നേരം ഭയങ്കരിയായ കൃത്യ നിലവിളിച്ചോടിയെത്തി കാശിരാജ്യത്തിൽ. സുദക്ഷിണനെ തന്നെയും കോപം കൊണ്ടു ദഹിപ്പിച്ചു സുദർശനം ദഹിപ്പിച്ചു കാശിരാജ്യവും. ത്രേതായുഗം തന്നിൽ നിന്റെ വാനരസേനയിൽപ്പെട്ട വിവിധനോ ദ്വാപരത്തിൽ ആസൂരനായി നരകാസൂര സജീവനായിടുന്നോരദുഷ്ടനോ നാരായണ സോദരനാൽ മരിച്ചു വീണു. ദുര്യോധന പുത്രിയാകും ലക്ഷണയെ കട്ടെടുത്ത സാമ്പനെ താടവീടാക്കി കൗരവാദികൾ. ബലരാമൻ കോപിഷ്ഠനായി സാമ്പനോ മോചിതനായി. ഗുരുവായൂരപ്പ എൻ്റെ ദുഃഖം മാറ്റേണേ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.